ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഇപ്പം നമുക്ക് യുദ്ധവും മറ്റു ബുദ്ധിമുട്ടും ഒക്കെ ആയതുകൊണ്ട് ഗ്യാസൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം എല്ലാ വീടുകളിലും എല്ലാവരും ഇപ്പോൾ വിറകടുപ്പ് പഴയ കിടന്ന വിറകടുപ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റോക്കറ്റ് അടുപ്പ് നമുക്ക് ചെയ്യാം. ആ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ റോക്കറ്റ് അടുപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 15 ഇഷ്ടികകളും ഒരു വയർ മെഷും വേണം. ഈ വയർ മെഷ് നമുക്ക് ഹാർഡ്വെയർ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് കട്ടകൾ ഓരോന്നായിട്ട് അടുക്കാം. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആദ്യം ഇങ്ങനെ 2 കട്ടകൾ അടുക്കുക. പിന്നെ ഒരു കട്ടയുടെ പകുതി ആ സൈഡിലായിട്ട് വെക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളിനി ആ വയർ മെഷ് വയ്ക്കുക. വയർ മെഷ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബാക്കി കട്ട അടുക്കുക. രണ്ടാമത്തെ ലെയറിൽ നമ്മൾ ചെറിയൊരു പീസ് കട്ട വെക്കുന്നുണ്ട്. പിന്നീട് 3 വലിയ കട്ടകൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് അടുക്കി കൊടുക്കുക. ഈ വയർ മെഷിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ വിറക് വെക്കുന്നത്. ആ വിറക് കത്തിത്തീരുന്ന ചാരം ഇതിനടിയിലോട്ട് വീഴും. ഇനി അടുത്ത ലെയർ നമ്മൾ കട്ട സെറ്റ് ചെയ്യുവാണ്. ഇനി വലിയ കട്ടകളാണ് ആവശ്യം. 4 വലിയ കട്ടകൾ ഇതേ വീഡിയോയിൽ കാണുന്നത് പോലെ അടുക്കടുക്കായിട്ട് വെക്കുക. നമ്മൾ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കട്ട. അങ്ങനെ 3ാമത്തെ ലെയറും ഓക്കെ ആയി. അതിനുശേഷം ഇനി അടുത്ത ലെയർ കട്ടകളും കൂടി നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം. 4ാമത്തെ ലെയർ ലാസ്റ്റ് ലെയറാണേ. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വേണം കറക്റ്റായിട്ട് കട്ടകൾ എടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഈ അടുപ്പ് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ചുകൂടി ഹൈറ്റിൽ നിങ്ങൾക്ക് ഈ അടുപ്പ് സെറ്റ് ചെയ്യണമെങ്കിൽ കൂടുതൽ കട്ടകൾ ഉപയോഗിച്ചാൽ മതി. ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കട്ടകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ അടുപ്പ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇഷ്ടിക ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂട് നിൽക്കുകയും നല്ല രീതിയിൽ ഫ്ലെയിം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വളരെ കുറച്ച് വിറക് മാത്രമേ നമുക്ക് ഈ അടുപ്പിന് ആവശ്യമായിട്ടുള്ളൂ. ഇതിനു മുകളിലായിട്ട് പാത്രം വയ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ പഴയ ഗ്യാസ് സ്റ്റവിൻ്റെ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ റോക്കറ്റ് അടുപ്പിലേക്ക് തീ കൊടുക്കാം. കണ്ടില്ലേ, തീ നന്നായിട്ട് കത്തുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പിലോട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. നല്ല രീതിയിൽ തന്നെ തീ കത്തുന്നുണ്ട്. വലിയ പുകയൊന്നും നമ്മുടെ അടുപ്പിൽ നിന്ന് വരുന്നില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വെച്ച വെള്ളം തിളച്ച് വരുന്നുണ്ടായിരുന്നു. കുറച്ച് വിറക് മാത്രം മതി നമ്മുടെ ഈ റോക്കറ്റ് അടുപ്പിന്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു അടുപ്പാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.